ഏവർക്കും സ്നേഹവന്ദനം. 1990 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഉത്തരവും പട്ടികജാതിക്കാരും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 10 അതായത് കഴിഞ്ഞ ആഴ്ചയില് കേരളത്തിലെ പലയിടങ്ങളിലും പട്ടികജാതി ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിൽ ചില പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു. 1950 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഉത്തരവിനെതിരെയാണ് അവർ പ്രതിഷേധിച്ചത്. ആർട്ടിക്കിൾ 341 പ്രകാരമുള്ള പട്ടികജാതി ലിസ്റ്റിന്റെ വിജ്ഞാപനമായിരുന്നു പ്രസ്തുത പ്രസിഡൻഷ്യൽ ഉത്തരവ്. ആ ഉത്തരവിന്റെ 3-ാം ഖണ്ഡികയിൽ ഹിന്ദു മതത്തിൽ ഉൾപ്പെടാത്തവർ ആരും തന്നെ പട്ടികജാതി പദവിക്ക് യോഗ്യരല്ല എന്ന നിബന്ധനയ്ക്കെതിരെ പട്ടികജാതി ക്രിസ്ത്യാനികൾ പ്രതിഷേധിക്കുവാനിടയായി. ഈ ഉത്തരവ് കാരണം തങ്ങളുടെ ജാതി പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുന്നുവെങ്കിലും മതപരമായി ക്രിസ്ത്യാനികളായതിനാൽ തങ്ങൾക്ക് പട്ടികജാതി പദവി നിഷേധിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രസ്തുത പ്രസിഡൻഷ്യൽ ഉത്തരവ് പുറത്തിറക്കിയ ഓഗസ്റ്റ് 10 പട്ടികജാതി ക്രിസ്ത്യാനികൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. സത്യത്തിൽ പട്ടികജാതി ക്രിസ്ത്യാനികളാണോ ഈ പ്രസിഡൻഷ്യൽ ഉത്തരവിനെതിരെ പ്രതിഷേധിക്കേണ്ടത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ മർമ്മപ്രധാനമായ ചോദ്യമാണ് ഇന്ന് ഈ കുറിപ്പിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. 1881 ആദ്യമായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ സെൻസസ് നടപടികൾ ആരംഭിക്കുന്നത്. തുടക്കത്തിൽ അയിത്തജാതിക്കാരെ കണ്ടെത്തുന്നതിലും അവരുടെ എണ്ണം കണക്കാക്കുന്നതിലും സെൻസസ് കമ്മീഷണർക്ക് ശരിയായ മാനദണ്ഡം നിശ്ചയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 1911 സെൻസസിലാണ് ആദ്യമായി അയിത്തജാതിക്കാരെ കണ്ടെത്തുന്നതിനും അവരുടെ എണ്ണം കണക്കാക്കുന്നതിനുമായി കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തപ്പെട്ടത്. 1911 സെൻസസിൽ ജാതി ഹിന്ദുക്കളിൽ നിന്നും അയിത്യജാതിക്കാരെ വേർതിരിച്ച് കണക്കാക്കുന്നതിനായി സെൻസസ് കമ്മീഷണർ 10 മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയുണ്ടായി. പ്രസ്തുത മാനദണ്ഡങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ബ്രാഹ്മണരുടെ മേധാവിത്വത്തെ തിരസ്കരിച്ചവർ. 2. ബ്രാഹ്മണരിൽ നിന്നോ മറ്റ് അംഗീകൃത ഹൈന്ദവ ഗുരുവിൽ നിന്നോ മന്ത്രം സ്വീകരിക്കാത്തവർ. 3. വേദങ്ങളുടെ ആധികാരികതയെ തിരസ്കരിച്ചവർ. 4. ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കാത്തവർ. 5. യഥാർത്ഥ ബ്രാഹ്മണരുടെ സേവനം ലഭിക്കാത്തവർ. 6. ബ്രാഹ്മണ പുരോഹിതന്മാർ ഇല്ലാത്തവർ. 7. സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അകത്തളങ്ങളിൽ പ്രവേശനമില്ലാത്തവർ. 8. അശുദ്ധമാകലിന് കാരണമാകുന്നവർ. 9. മരിച്ചവരെ കുഴിച്ചിടുന്നവർ, ദഹിപ്പിക്കാതെ കുഴിച്ചിടുന്നവർ. 10. പശുവിറച്ചി തിന്നുകയും പശുവിനോട് അനാദരവ് കാണിക്കുകയും ചെയ്യുന്നവർ. ഇത് ഡോക്ടർ അംബേദ്കർ തന്റെ സമ്പൂർണ്ണ കൃതികൾ വോളിയം 9 പേജ് നമ്പർ 6 രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജാതി ഹിന്ദുക്കളിൽ നിന്ന് അയിത്തജാതിക്കാരെ വേർതിരിച്ച് നിർണയിക്കുവാനും അവരുടെ എണ്ണം കണക്കാക്കുവാനും സെൻസസ് കമ്മീഷണർ നടപടി സ്വീകരിച്ചത്. ഇത് 1921 1931 സെൻസസിൽ തുടരുന്നു. അവസാനമായി രാജ്യത്ത് ജാതി സെൻസസ് നടന്നത് 1931 മേൽ വിവരിച്ച 10 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 1931 സെൻസസിൽ അയിത്തജാതിക്കാരുടെ എണ്ണം കണക്കാക്കിയിരുന്നത്. മേൽ സൂചിപ്പിച്ചതായിട്ടുള്ള ഈ 10 മാനദണ്ഡങ്ങൾ അയിത്തജാതിക്കാരുടെ ചരിത്രപരവും സാംസ്കാരികവുമായ സ്വത്വത്തെ അഥവാ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നൽകുവാൻ പര്യാപ്തമാണ്. ഈ മാനദണ്ഡങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഹിന്ദുക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അയിത്തജാതിക്കാർക്ക് ഹിന്ദു മതമായോ ഹിന്ദു സംസ്കാരികതയുമായോ പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാകുന്നു. മാത്രവുമല്ല, രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരുമായി തീർത്ത് നൂറ്റാണ്ടുകളായി അടിമകളാക്കി മനുഷ്യരായി പോലും പരിഗണിക്കാതെ അടിച്ചമർത്തിയതാണ് ഹിന്ദുത്വത്തിന്റെ സംഭാവന എന്ന് ബാബാ സാഹേബ് അംബേദ്കർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1931 സെൻസസിൽ കണക്കാക്കപ്പെട്ട അയിത്തജാതിക്കാരുടെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് രൂപം കൊണ്ടതും പട്ടികജാതി അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പ്രയോഗം ആദ്യമായി രൂപപ്പെടുന്നതും. മാത്രവുമല്ല, പട്ടികജാതിക്കാർക്ക് അവരുടെ ജനസംഖ്യ പരിഗണിച്ചുള്ള രാഷ്ട്രീയ പ്രാതിനിധ്യവും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പ്രഖ്യാപിക്കപ്പെട്ടു. അതായത് പട്ടികജാതി വിഭാഗങ്ങളുടെ ഹൈന്ദവേതരമായ സ്വത്വത്തെ അഥവാ ഐഡന്റിറ്റിയെ മുൻനിർത്തിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അവരുടെ പ്രാതിനിധ്യത്തിന്റെ പ്രശ്നം തീരുമാനിച്ചത്. എന്നാൽ 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 341
പ്രകാരം പട്ടികജാതിക്കാരെ കണ്ടെത്തി വിജ്ഞാപനം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരുന്നു. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായ ഈ അധികാരം ഉപയോഗിച്ചാണ് 1950 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഉത്തരവ് വിജ്ഞാപനം ചെയ്യുന്നത്. ആ വിജ്ഞാപനത്തിലാണ് ഹിന്ദുക്കളല്ലാത്ത ആരും പട്ടികജാതിക്കാർ അല്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. അന്ന് വരെ അംഗീകരിക്കപ്പെട്ടു പോകുന്ന പട്ടികജാതിക്കാരുടെ ഹൈന്ദവേതരമായ സ്വത്വത്തെ അല്ലെങ്കിൽ ഐഡന്റിറ്റിയെ 1950 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഉത്തരവ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ 1950 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഉത്തരവ് ഒരു നിർബന്ധിത മതപരിവർത്തനമായിട്ടാണ് നടത്തപ്പെട്ടിരിക്കുന്നത്. അതിനെ കാണേണ്ടുന്ന ഒരു നിർബന്ധിത മതപരിവർത്തനമായി തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം നിർബന്ധ മതപരിവർത്തനം നടത്തപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്, എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ചരിത്രപരമായും സാംസ്കാരികവുമായി ഹിന്ദുക്കളല്ലാതിരുന്ന അയിത്തജാതിക്കാർ ഹിന്ദുക്കളല്ല, ഒരു പ്രത്യേക വിഭാഗമാണെന്നും അവരെ ഒരു ന്യൂനപക്ഷമായി അംഗീകരിക്കണമെന്നും വാദിച്ച ബാബാ സാഹേബ് അംബേദ്കറുടെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് 1950 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഉത്തരവ് രാജ്യത്തെ അയിത്തജാതിക്കാരെ ഒറ്റയടിക്ക് ഹിന്ദുക്കളാക്കിയത്. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും ഹിന്ദു ഫാസിസ്റ്റ് സംഘടനകൾ വ്യാപകമായ ആക്രമണം തുടരുന്ന ഈ കാലഘട്ടത്തിൽ 1950 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഉത്തരവിലൂടെ ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന പട്ടികജാതിക്കാരെ അവരുടെ സമ്മതമോ അംഗീകാരമോ ഇല്ലാതെ ഹിന്ദുക്കളായി നിർബന്ധിത മതപരിവർത്തനം നടത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 1950 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഉത്തരവിനെതിരെ രംഗത്ത് വരേണ്ടത് സത്യത്തിൽ പട്ടികജാതി ക്രിസ്ത്യാനികളല്ല, മറിച്ച് രാജ്യത്തെ പട്ടികജാതിക്കാരാണ്. ചരിത്രപരമായും സാംസ്കാരികമായും ഹിന്ദുക്കളല്ലാതിരുന്ന തങ്ങളെ ഒരു ഉത്തരവിലൂടെ നിർബന്ധിതമായ മതപരിവർത്തനത്തിന് വിധേയമാക്കി ഹിന്ദുക്കളാക്കിയ തങ്ങളുടെ ചരിത്രപരമായ സത്വത്തെ തകർത്ത 1950 ഓഗസ്റ്റ് 10 ഉത്തരവിനെതിരെ രംഗത്ത് വരേണ്ടത് രാജ്യത്തെ പട്ടികജാതിക്കാർ തന്നെയാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് രാജ്യത്തെ അംബേദ്കറിസ്റ്റുകളും. ഇത് എഴുതിയിരിക്കുന്നത് ഞാനല്ല, ഇത് പറയുന്നത് അഡ്വക്കേറ്റ് സജി കെ ചെയർമാൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു വക്കീലാണ്. അദ്ദേഹത്തിന്റെ വാദത്തോട് 100% ഞാൻ യോജിക്കുന്നു. നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ദയവുണ്ടായി നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പോസിറ്റീവ് കമന്റ്സ് ഒന്ന് എഴുതുകയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തുടനീളം ധാരാളമായ ചർച്ചകൾ, ചാനൽ ചർച്ചകൾ മാത്രം പോരാ, സാമൂഹ്യ ചർച്ചകൾ കൂടെ നമ്മൾ സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തേക്കടലച്ചൻ.